ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ തലവര തന്നെ മാറും. കേട്ടപ്പോൾ എനിക്കിത് ഗിമിക്കായിട്ട് തോന്നി. പക്ഷേ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതേപോലെ കൊല്ലൂർ മഹാദേവി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യും. പക്ഷേ എത്തിപ്പെടുന്നവർ കുറച്ച് പേരുണ്ടാവുള്ളൂ. എന്തുകൊണ്ട് ആണെന്നറിയാമല്ലോ നിങ്ങൾക്ക്. അവിടെ നിന്നൊരു വിളി വന്നാൽ എങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പ്ലാൻ ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും തടസ്സം വന്നിട്ട് അങ്ങനെ തട്ടിത്തടഞ്ഞ് പോവും. ഇനി ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ തലവര തന്നെ മാറും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് സമയമായി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഒരു 3 മാസം ടൈം ഫ്രെയിം എടുക്കും. അത് കഴിയുമ്പോഴേക്കും ഡെഫിനറ്റ്ലി നിങ്ങളുടെ തലവര മാറും എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്കിത് ഗിമിക്കായിട്ട് തോന്നി. പക്ഷേ എനിക്കൊന്ന് കൊല്ലൂരൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കൊല്ലൂർ അതേപോലെ ഉടുപ്പിയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കുറച്ചും കൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ മതി. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു, അങ്ങനെ പോയി. എന്തോ എൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു തലവര മാറാൻ. അതുകൊണ്ടായിരുന്നുള്ളൂ എന്നെ അവിടേക്ക്